ഓം ശാന്തി. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ജ്യോതിപുഞ്ചമാണ്. കമലാസനത്തിൽ വിരാജമാനായ ഞാൻ സംഗമവാസി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ഈ ശ്രേഷ്ഠ കമലാസനം സദാ എൻ്റെ കൂടെയുണ്ട്. ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും കർമ്മം ചെയ്തുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൽ നിന്നും വേറിട്ട അനുഭവം ചെയ്യുന്നു. സർവകർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഓരോ സെക്കൻഡും വേറിട്ടതും നിർമോഹിയുമാകുന്നു. സദാ കമല പുഷ്പ സമാന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് എൻ്റെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും കമല പുഷ്പമായിരിക്കുന്നു. കമൽ എന്നാൽ കർമ്മം ചെയ്തുകൊണ്ടും വികാരി സംബന്ധങ്ങളിൽ നിന്നും മുക്തമാകുന്നു. നയനകമലം, മുഖകമലം, കർണകമലം, ഹസ്തകമലം, പാദകമലം, സർവകർമ്മേന്ദ്രിയങ്ങളും കമലായിത്തീരുന്നു. നയനകമലത്തിലൂടെ കാണുന്നുവെങ്കിൽ ദേഹത്തിൻ്റെ ആകർഷണങ്ങളുടെ ബന്ധനത്തിലല്ല. കമലപുഷ്പം വെള്ളത്തിലാണെങ്കിലും വെള്ളത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ജലത്തിൻ്റെ ആകർഷണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വേറിട്ട് നിർമോഹിയായി ഞാൻ ബ്രാഹ്മണ ആത്മാ ലൗകിക അലൗകിക പ്രവൃത്തിയിലാണെങ്കിലും തമോ ഗുണി വാതാവരണത്തിലാണെങ്കിലും കമല പുഷ്പ സമാനം വേറിട്ടിരിക്കുന്നു. 5 വികാരങ്ങൾ പ്രകൃതിയുടെ 5 തത്വങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തമാകുന്നു. സദാ തൻ്റെ കമലാസനത്തിൽ സ്ഥിതമായി ഞാൻ സർവ ബന്ധനമുക്ത നിരന്തര യോഗയുക്തമായിരിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും കമല പുഷ്പ സമാനം പവിത്രമായി മാറുന്നു. ഒരു ബാബയുടെ മതമനുസരിച്ച് നടക്കുന്നു. ദേഹാഭിമാനത്തിൽ കഴിയുന്നവരെ മായശക്തിയായി അടിക്കുന്നു, പദവി ഭ്രഷ്ടമാകുന്നു. അതിനാൽ ഞാൻ ദേഹബോധത്തെ ഒഴിവാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിരഹങ്കാരിയാക്കുന്നു. രാജയോഗം പഠിപ്പിച്ച് ബാബ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കെ ബാബയുടേതായി മാറിക്കഴിഞ്ഞു. ഈ അന്തിമ ജന്മം ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും പവിത്രമായി മാറണം. ബാബയുടെ സമാനം നിരഹങ്കാരിയാകുന്നു. ഞാൻ ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. പതിതമായ ഒരു കർമ്മവും ചെയ്യില്ല, നാമരൂപത്തിൽ കുടുങ്ങുന്നില്ല, ദേഹാഭിമാനത്തിലേക്ക് വരില്ല. ഞാൻ ബാബയുടെ ശ്രീമതത്തിലൂടെ മുന്നേറുന്നു. ദേഹി അഭിമാനിയായി
ബാബയെ ഓർമ്മിക്കുന്നു. ബാബ നിർദ്ദേശം നൽകുന്നു, ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി മാറണം. ആരിൽ നിന്നും സേവനമെടുക്കരുത്, ആർക്കും ദുഃഖം കൊടുക്കരുത്. ശ്രീമതത്തിലൂടെ മുന്നേറണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സെക്കൻഡിൽ ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്നും വേറിട്ട് കർമ്മഭോഗത്തിനുമേലെ വിജയം പ്രാപ്തമാക്കുന്ന സർവശക്തി സമ്പന്നരാകുന്നു. വേദന അനുഭവപ്പെടുന്ന സമയത്ത് കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. സാക്ഷിയായി കർമ്മേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നവർ തന്നെയാണ് സർവശക്തി സമ്പന്നരായ അഷ്ടരത്നങ്ങൾ. ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്നും വേറിടുന്ന അഭ്യാസം ചെയ്യുന്നു. ഈ വസ്ത്രം ലോകത്തിന്റെയോ മായയുടെയോ ആകർഷണത്തിൽ ടൈറ്റാകരുത്. അപ്പോൾ സഹജമായി ഊരാൻ സാധിക്കുന്നു. എല്ലാവരുടെയും ബഹുമാനം പ്രാപ്തമാകുന്നതിന് വിനയചിത്തരാകണം. വിനയം മഹാനതയുടെ ലക്ഷണമാണ്. ബാബ സൂചന നൽകുന്നു, എന്ത് സങ്കല്പം ചെയ്യുകയാണെങ്കിലും അഥവാ സദാ നിരാകാരനും സാകാരനും കൂടെയും സന്മുഖത്വമുണ്ടെങ്കിൽ ചർച്ച ചെയ്തതിന് ശേഷം നിശ്ചയത്തോടെയും നിർഭയതയോടെയും ചെയ്യൂ. ഇതിലൂടെ സമയം വ്യർത്ഥമാകില്ല. ഓം ശാന്തി.